ആരപ്പ ഈ നേരത്തെ ഇനി അതോ സാഫിയുള്ള വന്നിക്കണേ. ഇപ്പൊ ഓൻ്റെ കടയിൽ നിന്ന് കുറെ സാധനം വാങ്ങിക്കണം, അതിനുള്ള പൈസയും കൊടുത്തിട്ട് എന്താ ഇപ്പൊ ചെയ്യ. രജീഷേ, എടാ രജീഷേ, ഇജ്ജ് അകത്തുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് വരണോ? 2-3 ദിവസമായി ഇപ്പൊ ഞാൻ എന്നെ തെരഞ്ഞതിലേ വരണോ. അന്നെ കാണുന്നില്ല, ഒന്നുമില്ല. എന്താ ചേച്ചി കുറെ പൈസയും സാധനം വാങ്ങി കാണിച്ച് പോയതാണല്ലോ. അന്നോട് കാണാൻ തന്നെ ചെയ്യ് വൈക്ക്. ഇജ്ജ് എവിടെ? ഇജ്ജ് ഞാൻ വരണാണ്ട് എൻ്റെ അടുത്തേക്ക് വരണോ? ഈ പെരയിലൊന്നും ആളും മനസ്സിനൊന്നും ഇല്ലേ? എന്താ ഇപ്പൊ ഇത്? കുറെ നേരമായാലും മനസ്സ് ഇവിടെ കടന്ന് ചുറ്റിട്ട് വരണം. ഇതേമാതിരി സാധനം കൊടുത്തുകാണ് നമ്മളിതിനെ വൈത്താലം അടക്കുക. എന്താ ഇപ്പൊ ഇത്? ഇവിടെ ഒരു മനുഷ്യനും ഇല്ല, ഒന്ന് നോക്കാനും കൂടി ഒരാളില്ല. ഒക്കെ നേരെ വെല്ലടിച്ചിട്ട് ഈ ചെങ്ങായി ഇത് എന്താണത്? വിളിച്ചിട്ട് ഒരു ഇതുമില്ലല്ലോ. വലിയ പേരയും കൂടി ഇതൊക്കെയാണ് ഇവൻ കയറ്റിയിട്ടുണ്ട്. നമുക്ക് പൈസ ഒരാൾ തരാൻ ഓൻ്റെ അടുത്തും ഇല്ല. എത്രങ്ങാനും നേരായി ഇപ്പത്. എന്താ ഇപ്പൊ അവസ്ഥ? എങ്ങനെ നമ്മൾ മുന്നോട്ട് പോവാ? ഇത്രയും ആൾക്കാരെ ഇങ്ങനെ ഓരോ ദിവസം ഓരോ കടങ്ങൾ ഇങ്ങനെ വാങ്ങുക, എന്നിട്ട് നമ്മൾ അതിന് വൈത്താലം അടക്കുക. ഇത് നമുക്ക് സാധനം ഇറക്കണ പൈസ വേണ്ടേ? നിങ്ങൾ ഈ 10-50 ആൾക്കാർ ഒന്നാണ് സാധനം ഇതൊക്കെ വാങ്ങിക്കാണ്ട് പിന്നെ എന്ത് ചെയ്യുക? പിന്നെ വരാതാവുക. എന്നിട്ട് നമ്മളിത് സാധനം വാങ്ങുക, വേറെ എവിടെയെങ്കിലും പൈസ വാങ്ങുക. എന്താ ഒരു കച്ചവടം മുന്നോട്ടുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് അറിയുള്ളൂ. രതീഷേ, രതീഷ്, എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? നിങ്ങളേതാ? അതിന് ഇജേതെങ്ങായി? ഞാൻ രതീഷെ തെരഞ്ഞെന്നാ. ഞാനാരാന്നുള്ളത് ഞങ്ങൾക്ക് അപ്പൊ പറഞ്ഞുതരാം. അപ്പണ്ട് വരാം. ഇജ്ജ് വന്നിട്ട് ഇപ്പൊ എത്ര കേട്ടാനാ? വാ. വരപ്പ വരാം. എന്തെങ്കിലും ഒരു പെരേന്റെ മുന്നിൽ നിന്നുണ്ടായി വർത്താനം പറയുന്നത്? ഞങ്ങളുടെ അയൽവാസികളൊന്നുള്ള ബോധമൊന്നുമില്ല ഞങ്ങൾക്ക്. എനിക്ക് കിട്ടാളത് വാങ്ങിയാൽ ഞാനാണ് പോകും. ഇമ്മാര് വർത്താനം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ കിട്ടിയിട്ട് പോകും പറ്റുള്ളൂ. അപ്പൊ എനിക്ക് തരാള് നിങ്ങൾ തരുമോ? ഞങ്ങൾക്ക് എന്തോ തരാള്? ഓന് കുറെ മാസങ്ങളായി ഇപ്പൊ പീടിയിൽ വന്നിട്ട് സാധനം കൊണ്ടുപോയ പൈസ കുറച്ച് കിട്ടാണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ഇതിപ്പോ ഈ പൈസ കിട്ടിയിട്ടാണ് സാധനങ്ങൾ ഇറക്കണം എന്നുണ്ടെങ്കിൽ കുറെ ആയിപ്പോ ഇതുമ്പോ നടക്കണോ? ഇങ്ങനെ ഓരോ ദിവസം ഓരോ പരിക്ക് പോലെ നമ്മളെ പണി. കാരണം ഇത് വാങ്ങിയിട്ട് മാസങ്ങളോളം വരാതെക്കുക. എന്താ കാരണം എന്നൊന്നും പറയാം, അതുമില്ല. ഇപ്പൊ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ള സമയം, എന്നാല് ഇന്ന വിഷയമാണെന്നുള്ള ഒരു പറയാം, അതുമില്ല. ഇതിപ്പോ നമ്മളിത് വൈത്താരം അടക്കുക, കടയിൽ വെക്കാൻ നേരല്ല. ഇപ്പോ ഇത് പൈസ ഒക്കെ ഇങ്ങനെ ഇറങ്ങി അടക്കല നമ്മളെ പണി. കാരണം നമ്മൾ കടയിലേക്ക് സാധനം ഇറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ പോലത്തെ കച്ചവടക്കാരുടെ അവസ്ഥ അതാണ്. കാരണം കടയിലേക്ക് സാധനം ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കിട്ടുന്ന പൈസ കിട്ടിയിട്ടാണ് നമുക്ക് സാധനം ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇവരതൊന്നും ചിന്തിക്കണില്ല. ചെങ്ങായി ഓന്റെ അപ്പത്തെ അവസ്ഥ എനിക്ക് അറിയോ? ഒരു നാട്ടുകാർ സഹായിച്ചിട്ടോ കഴിയണത് നടക്കാൻ പറ്റുക ചെങ്ങായിക്ക്. അത്രയ്ക്കാണ് ഓന്റെ അസുഖങ്ങൾ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക. അല്ല എന്റെ പൈസ തരാത്ത അതൊന്നുമല്ല, നാട്ടുകാരെ അതുകൊണ്ടാണ് കഞ്ഞുടിച്ച് പോകുന്നത്. ഇപ്പോൾ അതിനിപ്പോ ഞാനെന്താ ചെയ്യാ? കാരണം ഈ ഇങ്ങനെ ആൾക്കാർ സാധനം വാങ്ങിയിട്ട് വരാതായി ഓർക്ക് അസുഖം ഇതാക്കി ഞാനെന്താ ചെയ്യാ? പൈസ ഒഴിവാക്കേ എന്താ ഇത്? കാരണം നമുക്കിത് കിട്ടാനുള്ള പൈസയാണ്. ഇതേമാതിരി ഇപ്പോൾ നമ്മളെ നാട്ടിൽ 2-3 കച്ചവടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കടയിൽ സാധനം വാങ്ങുക, എന്നിട്ട് അവിടെ പൈസ പറ്റുത്തിയിട്ട് മറ്റേ കടയിൽ പോയി കണ്ട് ഇവിടുത്തെ കുറ്റങ്ങൾ പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ പറ്റാക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ അടുത്തും വരില്ല, അതിലും പോവില്ല. എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി കണ്ട് സാധനം വാങ്ങുക. ഇത് ഈ പൈസ കുറെ ആകുമ്പോഴാണ് വിലക്ക് ആവശ്യം. ഈ ഉള്ളിനനുസരിച്ച് വാങ്ങിയാൽ പോരെ? അവനവന്റെ കൈക്ക് ഉള്ളിനനുസരിച്ച് അസുഖവും കാര്യങ്ങളൊക്കെ പടച്ചോൻ തരുന്നതാണ്. ഈ പേരും പറഞ്ഞാണ്ട് ഇനി ഇവിടെ വന്ന് ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഇവനാവില്ല ഇടപെടുക. ഞങ്ങൾ നാട്ടുകാരെ ഇടപെടും. പിന്നെ അതിന്റെ പൈസ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഞാൻ ഇനിയും വരും. ഞങ്ങളെ പോലത്തെ കച്ചവടക്കാർക്ക് കൊണ്ടൊരു കുടുംബം, ഞങ്ങൾക്കും ജീവിക്കണ്ടേ? ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം എന്താന്നുള്ളത്. എന്റെ പേരും പറഞ്ഞപ്പോ ഓര് തമ്മിൽ തല്ലുണ്ടാക്കല്ലോ പടച്ചോനെ. എന്താ രതീഷേ, രതീഷ്, ഇജ്ജ് ഒന്നുകൂടെ വന്നേങ്ങയെ. അതൊന്ന് കാണട്ടെ. ഇജ്ജ് വാ. എന്താ ഇജ്ജ് പുറത്തേക്ക് ഇറങ്ങാതൊക്കെ ഉണ്ട്? ഈ ചങ്ങായി പിന്നെയും വന്നോ? അന്നോടല്ല പറഞ്ഞു ഈ പേരും പറഞ്ഞു ഇങ്ങോട്ട് വരരുത് ഞാൻ ഇനിയും വരും. ഞാൻ വരും തറ പോയതല്ലേ, ഞാൻ ഇനിയും വരും. ഇജ്ജ് എങ്ങനെ വരല്ലേ? അന്നോട് പല പ്രാവശ്യം പറഞ്ഞില്ല ഈ പേരും പറഞ്ഞു ഇങ്ങോട്ട് വരരുത്. ഇജ്ജ് നാട്ടുകാരെ മക്കളൊക്കെ ഇജ്ജ് എന്താ വിചാരിച്ചത്? ഉണ്ണിയേ, ഓനൊന്നും ചെയ്യണ്ട. നോക്കേ, ഒന്നും പറയണ്ട. ഇതോ കൊണ്ടച്ച സാധനമാണ്. ഹലോ, ആരാണ്? സാറേ, ഞാൻ ജിംജും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിളിക്കണേ.
നിങ്ങൾ ഞങ്ങളെ ഒരു സ്പെഷ്യൽ കസ്റ്റമർ ആണല്ലോ. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളെ ഷോപ്പിലേക്കൊന്നും കാണാറില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെ ഷോപ്പിൽ. നിങ്ങൾ ഇപ്പോൾ വരികയുണ്ടെങ്കിൽ നല്ല ഓഫറുമായി തിരിച്ചു പോകാം. ഞാനേ സുഖമില്ലാതായിട്ട് കുറേ ആയിട്ട് ഇപ്പൊ പെരേ തന്നെ ഇരിക്കുകയാണ്. നാട്ടിലുള്ള പലർക്കും പച്ചക്കറി കടയിലൊക്കെ സാധനം കടം വാങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പൊ എൻ്റെ. ഞാൻ അവിടെ വരാം, സാധനം കടം കിട്ടുമോ ഞാൻ വന്ന് സാധനം എടുത്തോളാം.